ശരി, ഓക്കെ. ശ്രീമതി TP സിന്ധുമോൾ, കേട്ടുകേൾവിയില്ലാത്ത, ചരിത്രത്തിലില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ മുക്ത പാർലമെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷമില്ലാതെ എങ്ങനെയാണ് ഒരു ജനാധിപത്യം പ്രവർത്തിക്കുക? പ്രതിപക്ഷത്തെ ഇതുപോലെയുള്ള നടപടികളിലൂടെ പാർലമെന്റിലെ അധികാരം ഉപയോഗിച്ച് പുറത്താക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തുക, അതിനുശേഷം ഇതിങ്ങനെയൊക്കെ മതി എന്നങ്ങ് തീരുമാനിക്കുക. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ജനാധിപത്യം എന്നുള്ളത് ഇപ്പോൾ നമോക്രസി എന്ന വാക്കാണ് ഇവിടെ ആന്റണി ഉപയോഗിച്ചത്. ജനാധിപത്യ കാലം പിന്നിട്ട് ഇന്ത്യ നമോക്രസിയിലേക്ക് കടന്നു കഴിഞ്ഞോ? അഭിലാഷേ, ഇതിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ളത്. ഇതിവരെ ഇന്ത്യ സഖ്യം അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായതാണ്. ഇതൊരു സുവർണ അവസരം പോലെ ഈ ഡിസംബർ 13 പാർലമെന്റിൽ 2 ചെറുപ്പക്കാർ കയറുന്നു, അവർ അതിക്രമം കാണിക്കുന്നു. ആ സംഭവത്തെ നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ജനാധിപത്യത്തിലും ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ആശങ്കാജനകമായ ഒരു വിഷയമാണിത്. കണ്ടത് അത് പ്രധാനമന്ത്രി എവിടെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരട്ടെ, പ്രധാനമന്ത്രി എവിടെയാണോ പറഞ്ഞത്? പ്രധാനമന്ത്രി വാതുറന്നില്ല എന്നൊന്നുമില്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞു, ഇവര് വിളിക്കുമ്പം ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അതും യാതൊരു എന്താ പറയുക, തത്വദീക്ഷയുമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നൊരു പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് ഇവർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് എത്ര കാര്യമായി. അതിനു മുമ്പ് ഞാൻ ശ്രീ ആന്റണി MP അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹം സംസാരിച്ചു വന്നതിൽ പറഞ്ഞു, ഖലിസ്ഥാൻ ഭീകരവാദികളുടെ അക്രമം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഖലിസ്ഥാൻ ഭീകരവാദികളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് പാർലമെന്റിൽ എത്തിയത് എന്നുള്ളതിൽ ഏതാണ്ട് ആന്റണി MPക്ക് അടക്കം തർക്കമില്ല എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഇത് കർഷക സമരത്തിൽ ഉൾപ്പെടെ ഇതുപോലെയുള്ള ഖലിസ്ഥാൻ ഭീകരവാദികളുടെ സഹായം ഈ ഇന്ത്യയിൽ ഉണ്ട് എന്ന് പല ആവർത്തി പറഞ്ഞ പാർട്ടിയാണ് BJP. അല്ലെങ്കിൽ പലതവണ പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇന്ന് പാർലമെന്റിൽ BJPയുടെ MPമാരായിരിക്കുന്നത്. ആരും കേട്ടില്ലല്ലോ, ആരും അതിനെ ഗൗനിച്ചില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോ അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഖലിസ്ഥാൻവാദികളാണോ ഇതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഖലിസ്ഥാൻവാദി നേതാവ് പന്നു പരസ്യമായി ഈ 13-നോ അതിനു മുൻപോ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് അതേ 13-ാം തീയതി തന്നെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ ആർക്കെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണോ എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് ഡിസംബർ 13-ാം തീയതി ആക്രമിക്കപ്പെടും എന്ന് പരസ്യമായ ഒരു വെല്ലുവിളി ഉണ്ടായിട്ട് അതേ ദിവസം സുരക്ഷാ വീഴ്ച ഉണ്ടായി. സാധാരണ നിലയിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെങ്കിലും ശക്തമായ പരിശോധന നടത്താമല്ലോ. അതുണ്ടായിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇപ്പൊ പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. എവിടെ? പാർലമെന്റിലല്ലേ ഈ സംഭവം നടന്നത്? ഒരു പാർലമെന്റ് സെഷനിൽ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അല്ലെങ്കിൽ മന്ത്രിമാർ എവിടെയാണ് പറയേണ്ടത്? പാർലമെന്റിൽ പറയണ്ടേ? പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞോ? പ്രധാനമന്ത്രി സഭയിലേക്കൊന്ന് വരൂ എന്നുള്ളതാണ് ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആഭ്യന്തരമന്ത്രി സഭയിൽ പറഞ്ഞു. നോക്കൂ, 2001 നിങ്ങൾ ഭരിക്കുമ്പോൾ തന്നെയാണല്ലോ ആ ഡിസംബർ 13 ആക്രമണം ഉണ്ടായത്. അന്ന് LK അദ്വാനി പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിട്ടില്ലേ? അന്നത്തെ ആഭ്യന്തരമന്ത്രി. അന്ന് LK അദ്വാനി പ്രസ്താവന നടത്തിയതുപോലെ ഈ സംഭവത്തെക്കുറിച്ച് ഒരു 4 വരി പ്രസ്താവന അമിത്ഷാ നടത്തൂ എന്ന ഒരൊറ്റ ആവശ്യമല്ലേ ഈ പ്രതിപക്ഷ MPമാർക്കുള്ളൂ? അതല്ല, ഇവിടെ ഞാൻ പറയാം, ഇത് കൃത്യമായിട്ട് ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ ഒരു സുവർണ അവസരമായിട്ടാണ് ഇവരെടുത്തിരിക്കുന്നത്. ഇവർ ആദ്യ ദിവസം വളരെ ആശങ്കാകുലരാണെന്നും ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ഇതിന്റെ ചിത്രം അവർ മാറ്റാൻ തുടങ്ങി. ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത്? രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് ഈ ചെറുപ്പക്കാർ ഇതിന്റെ ഉള്ളിൽ കയറിയത് വിലക്കയറ്റവും അതുപോലൊപ്പം തൊഴിലില്ലായ്മയുടെ വർധനവും മൂലം രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ കയറുകയാണെന്നുള്ള ഒരു വേർഷൻ കൊണ്ടുവന്നു. അതായിരുന്നു അവിടെ പറയേണ്ടിയിരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് പ്രധാനമന്ത്രിക്ക് മനസ്സില്ല എന്ന് പറയും, ആഭ്യന്തരമന്ത്രിക്ക് മനസ്സില്ല എന്ന് പറയും. അതേസമയം അവർ എങ്ങനെയായിരുന്നു അതിൽ ഇടപെടേണ്ടിയിരുന്നത്? ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് ജനാധിപത്യത്തിനേറ്റ കനത്ത പ്രഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും അവിടെ എത്തുമായിരുന്നു. പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തുക എന്നുള്ളത് ഒരു ഔദാര്യമാണോ? അങ്ങനെയാണോ കാണുന്നത്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, സർക്കാർ പാർലമെന്റിൽ അക്കൗണ്ടബിൾ ആകണ്ടേ? പാർലമെന്റിനകത്ത് നടന്ന ഒരു സുരക്ഷാ വീഴ്ചയിൽ പോലും പാർലമെന്റിനകത്ത് ഒരു പ്രസ്താവന നടത്താൻ
തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയാണല്ലോ. പുറത്തു പറഞ്ഞു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പാർലമെന്റ് സെഷനിൽ ഇരിക്കെ ഈ വിഷയത്തെക്കുറിച്ച് പുറത്ത് പ്രതികരിച്ചിട്ടും 2001 LK അദ്വാനി പാർലമെന്റ് ആക്രമണം നടന്നപ്പോൾ പാർലമെന്റിൽ നടത്തിയതുപോലെ ഒരു പ്രസ്താവന ഞങ്ങൾ നടത്തുകയില്ല, ഒരു തരത്തിലും പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് ആവർത്തിച്ചുറച്ച് പ്രഖ്യാപിക്കുക. അതിനുശേഷം ആ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളെ പുറത്താക്കുക. ഈ 140-ലധികം MP-മാരെ ഒറ്റയടിക്ക് 3 ദിവസങ്ങളിലായി പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം മുമ്പ് കണ്ടിട്ടുണ്ടോ? അഭിലാഷ, ഇവിടെ ബധിരകർണങ്ങൾക്ക് മുന്നിൽ എന്ത് പറഞ്ഞിട്ടും എന്ത് നിലപാട് പറഞ്ഞാലും അതൊന്നും നടക്കില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് അവിടെ ഉള്ളത്. ബധിരകർണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ സഖ്യം അവിടെ ഉള്ളത്. അവരുടെ അടുത്ത് ഇത് പറഞ്ഞു അല്ലെങ്കിൽ ഇത് നിലപാട് ഇതാണ് എന്ന് പറഞ്ഞാലൊന്നും അടങ്ങുന്നവരല്ല അവർക്ക് വേണ്ടത് എന്താണ്? ഞാൻ ഈ പറഞ്ഞതുപോലെ കിട്ടിയ ഒരു സുവർണാവസരം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു അധപതനം, അതിൽ നിന്നൊക്കെ പിടിച്ചു കയറാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ പാർലമെന്റ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ പിടിച്ച് കൃത്യമായ വില കുറഞ്ഞ രാഷ്ട്രീയം അതാണ് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, സുപ്രധാനമായ ബില്ലുകൾ അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? നഴ്സറി കുഞ്ഞുങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കടലാസുകൾ വലിച്ചെറിഞ്ഞ് കീറിയെറിഞ്ഞ് അവിടുത്തെ അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു പ്രതിപക്ഷം. അതാണോ അവിടെ സംഭവിക്കേണ്ടത്? അതിന്റെ ഉത്തരവാദി ആരാണ്? ഇവിടുത്തെ ജനാധിപത്യ എന്നുള്ളതാണോ MP-മാർ ചെയ്ത മഹത്തായ അപരാധം? ശ്രീമതി TP സിന്ധുമോൾ, അരുൺ ജെയ്റ്റ്ലി പണ്ട് രാജ്യസഭയിലെ കക്ഷി നേതാവായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്റപ്ഷൻ എന്നുള്ളത് ഈ പാർലമെന്ററി പ്രൊസീഡിംഗ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്ന്. അന്ന് UPI ആയിരുന്നു ഭരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ MP-മാർ പ്രതിനിധീകരിക്കുന്നത് ആരെയാണ്? ജനങ്ങളെയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ MP-മാർ സഭകളിൽ ഇരിക്കുന്നത്. അപ്പോൾ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങളോട് അക്കൗണ്ടബിൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ ഏത് തരത്തിൽ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു, അത് പാർലമെന്റിൽ ബോധിപ്പിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി സഭകളിലേക്ക് ജയിച്ച ആളുകളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കും, എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചാനൽ സ്റ്റുഡിയോയിൽ പോയി പറയും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാർലമെന്ററി ഡെമോക്രസിക്ക് എന്താണ് പ്രസക്തി ഉള്ളത് ഇവിടെ? പാർലമെന്ററി ഡെമോക്രസിയുടെ ഒരു പ്രസക്തിയും ഇവിടെ നഷ്ടമായിട്ടില്ല. ഇവിടെ ഒരു അസഹിഷ്ണുത ജനാധിപത്യം എന്നുള്ള പേരിൽ ഒരു വിഭാഗം ഇവിടെ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണ്. അതിനൊക്കെ വശംവദരാകണം എന്ന് പറയുന്നത് തന്നെ തെറ്റ്. അവിടെ ജനാധിപത്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഈ MP-മാർ ഹനിച്ചിരിക്കുന്ന ജനാധിപത്യത്തെയല്ലേ? ഇവരെ തെരഞ്ഞെടുത്തു വിട്ട ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ആ ജനങ്ങളോട് ചെയ്യുന്ന നീതികേടല്ലേ? പ്രധാനപ്പെട്ട ബില്ലുകൾ ഡിബേറ്റ് നടത്തേണ്ട സാഹചര്യം അല്ലേ? ആ നിയമസഭാ പാർലമെന്റിൽ ഇരുന്നു കൊണ്ട് പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഡിബേറ്റ് നടത്തേണ്ട സാഹചര്യത്തിൽ അവർ അതിനു നിൽക്കാതെ ഇത്തരത്തിലുള്ള ഇത് പരിഹരിക്കേണ്ട വിഷയമാണെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും ഇവിടെ ആശങ്കാജനകമായ ഒരു സംഭവം ഉണ്ടായി എന്നും ഒക്കെ കൃത്യമായിട്ട് ആ പാർലമെന്റിന്റെ ഉള്ളിൽ പറയേണ്ടവർ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ ഡിബേറ്റിലൊന്നും പങ്കെടുക്കാതെ അവിടെ ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസത്തോട് എന്ത് നീതി പുലർത്തുന്നു? ജനാധിപത്യ വിശ്വാസികളോട് എന്ത് നീതി പുലർത്തുന്നു? ഞാൻ നോക്കിയിട്ട് അതിലും 140 കോടി ജനങ്ങളുടെ അടുത്ത് ഏറ്റവും നന്നായി ഇവർ വഴി ജനങ്ങൾ ഇതറിയില്ല. അത് ഏറ്റവും നന്നായി അത് പ്രതിഫലിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അമിത്ഷായും അതോടൊപ്പം നരേന്ദ്രമോദിയും ഇവിടെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് ഒരു മീഡിയയ്ക്ക് മുന്നിലൂടെ വന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് തന്നെയാണ് ശരിയായ രീതിയിൽ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ അതാണ് നമ്മൾ പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം. പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം തമാശയായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി. ഏതെങ്കിലും ഇഷ്ടമുള്ള TV സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ.